ഇന്ന് എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കുന്ന ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. 1 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 2 സവാള അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, ചുവന്നുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു തക്കാളി. വലുതാണെങ്കിൽ ഒരെണ്ണം, ചെറുതാണെങ്കിൽ 2 തക്കാളി ആവാം. പിന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ആദ്യം സവാള ഇടുക. അതൊന്ന് വഴണ്ടി വരുമ്പം ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ആഡ് ചെയ്യുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് വഴറ്റിയെടുക്കാം. ഒരുപാട് വാടണ്ട, നമുക്കിത് കുക്കറിലേക്ക് ഇടാനുള്ളതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ വാട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. അതിനായിട്ട് 2.5 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ ബീഫ് മസാല, 1 സ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇതെല്ലാം കൂടെ ബീഫിലേക്ക് ആഡ് ചെയ്തിട്ട് കൈ വെച്ച് നല്ലപോലെ ഒന്ന് തിരുമ്മി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കുക്കർ അടച്ച് വെച്ച് 1 വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 6 വിസിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.